അങ്ങനെ ശ്രീജ സത്യങ്ങളെല്ലാം വിശ്വത്തോട് തുറന്നു പറയുന്നു. താനൊരു കൊലപാതകം ചെയ്തെന്നും ആ തെറ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് വിക്രം ജയിലിൽ പോയത് എന്നുമുള്ള സത്യം തുറന്നു പറയുമ്പോൾ അത് കേട്ട് വിശ്വം ആകെ ഞെട്ടുന്നുണ്ട്. പിന്നീട് അങ്ങ് പൊട്ടിക്കരയുന്നു. എന്താണ് നീ ഈ പറയുന്നത്? ഇത് സത്യം തന്നെയാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? നീ കാരണമല്ലേ എൻ്റെ അനിയൻ്റെ ജീവിതം നശിച്ചു പോയത്. ഇത് തീർത്തും ഒരു സ്വാർത്ഥത മാത്രമായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് വിശ്വം. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ശ്രീജ പറയുന്നുണ്ട്, ഇല്ല വിശ്വേട്ടാ, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ആ തെറ്റ് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ജയിലിൽ പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ എന്നോട് വിക്രം തന്നെയാണ് ഈ സത്യം ആരോടും തുറന്നു പറയരുതെന്ന് പറഞ്ഞതും അവൻ ജയിലിലേക്ക് പോയതും. ഇക്കാര്യം ആരോടും പറയരുതെന്ന് അവൻ എന്നോട് സത്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ആരോടും പറയാതിരുന്നത്. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ കരയുന്നുണ്ട്. എന്നാൽ വിശ്വം പറയുന്നുണ്ട്, ഇല്ല, അവന് നല്ലൊരു ഭാവിയുണ്ട്. വേദ എത്ര നല്ല പെൺകുട്ടിയാണ്. ഇത്രയും നല്ലൊരു ഭാര്യയുണ്ടായിട്ടും അവളോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം അവനക്കുണ്ടായില്ലല്ലോ. എന്തായാലും ഇനി ഈ സത്യങ്ങളെല്ലാം വേദയോട് നമുക്ക് എത്രയും പെട്ടെന്ന് തുറന്നു പറയണം. ഇനിയെങ്കിലും അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് പറയുന്നു. നമുക്ക് പെട്ടെന്ന് കളക്ടർ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം ശ്രീജയുടെ കൈ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു ഓട്ടോയിൽ കയറി കളക്ടർ ഓഫീസിലേക്ക് പോകുന്നു. ഇതേ സമയം വേദ വിക്രത്തോടുള്ള ദേഷ്യം കാരണം ഇവിടെ നിന്നും ട്രാൻസ്ഫർ വാങ്ങിച്ചു പോവുകയാണ്. അതിന് തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഇതേ സമയം ഈ സങ്കടം സഹിക്കാൻ കഴിയാതെ ഉമ്മറത്തു നിന്ന് നമ്മുടെ വിക്രം കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് സുഡർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ വിക്രമും കരയുകയാണ്. പെട്ടെന്ന് സുഡർ വിക്രമിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. വിക്രം പെട്ടെന്ന് കുഞ്ഞിനെ വാരിയെടുക്കുന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ വേദയ്ക്ക് ഒരു കൂസലും തന്നെയില്ല. എന്നാൽ വിജി കരയുന്നുണ്ട്. ഞാൻ പോകുന്നില്ല സിംബ, എനിക്ക് പോകാൻ കഴിയില്ല. സിംബായെ വിട്ട് എനിക്ക് എവിടെയും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സുഡർ കരയുന്നത്. എന്നാൽ വിജിയോട് വേദ പറയുന്നുണ്ട്, ദേ വിജി ചേച്ചി, മോളെയും കൊണ്ട് പെട്ടെന്ന് അങ്ങ് കാറിലേക്ക് വാ, ഞാൻ കാറിൽ കയറി ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ കാറിനടുത്തേക്ക് നടക്കുന്നു. എന്നാൽ വിജി പെട്ടെന്ന് വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, ഇത് താൽക്കാലികമായ ഒരു പിരിയൽ മാത്രമാണെന്ന് നീ വിചാരിക്കണം, നീ വിഷമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മോളെയും കൊണ്ട് കാറിലേക്ക് കയറുന്നു. പെട്ടെന്ന് വാഹനം അങ്ങ് മുന്നോട്ടെടുക്കുന്നുണ്ട്. എന്നാൽ സുഡർ പുറത്തേക്ക് തലയിട്ടുകൊണ്ട് തന്നെ കരയാണ്. സുബീബ്, സിംബ സിംബ എന്ന് വിളിച്ചുകൊണ്ട് കുറച്ചു നേരം വിക്രം കാറിന് പിറകെ ഓടുന്നുണ്ട്. പെട്ടെന്ന് താഴെ വീണ് വിക്രം കരയുന്നു. സുഡറിൻ്റെ കരച്ചിൽ കണ്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ സുഡറിനോട് പറയുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവനൊരു ജയിൽ പുള്ളിയാണ്. അവനെ ആലോചിച്ചിട്ടാണോ നീ കരയുന്നത്? നിനക്ക് അവനോട് എന്താ ഇത്രയ്ക്ക് സ്നേഹം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ സുഡർ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സിംബായെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് നിന്നോടൊപ്പം വരണ്ട വേദ. ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, എന്നോടൊപ്പം വരണ്ടെന്നോ? പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് കേട്ട് സുഡർ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ നിന്നാൽ മതി, എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക്. ഞാൻ എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ച് എൻ്റെ മുത്തശ്ശനോടൊപ്പം ഞാൻ ജീവിച്ചോളാം എന്ന് പറയുന്നു. ഇത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ നീ പറഞ്ഞത്? നീ എന്തെങ്കിലും മിണ്ടിയാൽ ഇനി എൻ്റെ കയ്യിൽ നിന്നും നീ അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൈ ഓങ്ങുന്നുണ്ട്. എന്നാൽ സുഡർ പെട്ടെന്ന് പറയുന്നുണ്ട്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത് എന്ന് പറയുമ്പോൾ വേദ, വേണ്ട, വണ്ടി നിർത്തണ്ട, നിങ്ങൾ വണ്ടി മുന്നോട്ടെടുത്തോളൂ എന്ന് ഡ്രൈവറോട് പറയുന്നുണ്ട്. എന്നാൽ സുഡർ പെട്ടെന്ന് ഡോറ് തുറക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്നും വിജയും വേദയും മോളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. ഞാനിപ്പോൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടും, വേഗം വണ്ടി നിർത്തിക്കോ എന്ന് സുഡർ പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ പേടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി അങ്ങ് ഒതുക്കിയിടാൻ പറയുകയാണ്. പെട്ടെന്ന് വേദ വണ്ടി അങ്ങ് ഒരു സൈഡിലേക്ക് നിർത്തിയതും സുഡർ ഡോറ് തുറന്ന് പുറത്തേക്കോടി പിറകോട്ട് ഓടുകയാണ് റോഡിലൂടെ. എന്നാൽ മോളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ വിജിയും വേദയും പിറകെ ഓടുന്നുണ്ട്. എന്നാൽ സുഡർ നിൽക്കുന്നില്ല. കുറച്ചു ദൂരം ഓടിയതും കുറച്ച് ഗുണ്ടകളും കൺമണിയും ചേർന്ന് മോളെ പിടിച്ചു വെക്കുന്നു. ഇത് കണ്ടതും വേദ ആകെ പേടിക്കുന്നുണ്ട്. മോളെ വിട് എന്ന് പറയുമ്പോഴേക്കും പിറകിൽ നിന്നും വേദയെയും വിജിയെയും മറ്റു ചില ഗുണ്ടകൾ വന്ന് പിടിച്ചു വെക്കുകയാണ്. ഇത് കണ്ട് കൺമണിയോട് വേദ പറയുന്നുണ്ട്, എന്താ കൺമണി നീ കാണിക്കുന്നത്? ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടതും കൺമണി പറയുന്നുണ്ട്, എയർപോർട്ടിലേക്കോ? നീ എയർപോർട്ടിലേക്കല്ല പോകുന്നത്, നിന്നെ ഞങ്ങൾ കൊല്ലാനായി വന്നതാണ്. നിന്നെയും നിന്റെ മകളെയും ഞാൻ കൊന്നിരിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് വിജി പറയുന്നുണ്ട്, ദേ കൺമണി, നീ ഇപ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഇനിയും നീ തെറ്റുകൾ ആവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ?
ഞങ്ങളെ വിടാൻ പറ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, മിണ്ടാതിരുന്നോണം, ഇപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരും കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മിണ്ടിയാൽ നിന്നെ കൂടി ഞാൻ അങ്ങ് കൊന്നേക്കും. എവിടാ അവളെ വെട്ടടാ എന്ന് പറയുവാണ് തൻ്റെ അരികിൽ നിന്ന് ഗുണ്ടയോട്. ഒരു ഗുണ്ട മോളെ ആക്രമിക്കാനായി വരുന്നു. അപ്പോഴേക്കും ആ ഗുണ്ടയെ അടിച്ച് വീഴ്ത്തുന്നു. വേദ നോക്കുന്ന സമയത്ത് അത് നമ്മുടെ രക്ഷകനായി വന്നിരിക്കുന്നത് പതിവ് പോലെ തന്നെ നമ്മുടെ വിക്രം തന്നെയാണ്. വിക്രം ഗുണ്ടകളെയെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട്. അതിനിടയിൽ കൺമണി അവിടെ നിന്നും ഓടുന്നുണ്ട്. കൺമണി ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് വേദയുടെ വയറ്റിലേക്ക് അങ്ങ് കുത്തുന്നു. വേദന കൊണ്ട് പുളയുന്നുണ്ട്. വീണ്ടും ആ കത്തി ഊരി കൺമണി വീണ്ടും വേദയെ ഒന്നുകൂടി കുത്തുവാണ്. അതിൽ വേദ അങ്ങ് ബോധം കെട്ട് വീഴുന്നുണ്ട്. കൺമണി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു. വിക്രം വിക്രം എന്നിങ്ങനെ വിജയ് വിളിച്ചു കൂവുന്നുണ്ട്. മോള് നിന്ന് കരയുവാണ്. വേദ വേദ എന്ന് വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. വിജിയുടെ വിളി കേട്ട് വിക്രം തിരിഞ്ഞു നോക്കുവാണ്. അപ്പോഴാണ് കാറിനടുത്ത് വീണ് കിടക്കുന്ന വേദയെ വിക്രം കാണുന്നത്. വേദ എന്ന് അലറി വിളിച്ചുകൊണ്ട് വിക്രം അവിടെ നിന്നും ഓടി വന്ന് വേദയെ താങ്ങിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വേദയുടെ ദേഹത്തു നിന്നും ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രം വേദയെ താങ്ങിയെടുത്ത് കാറിലകത്തേക്ക് കിടത്തി പെട്ടെന്ന് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഇതേ സമയം വിശ്വവും ശ്രീജയും കളക്ടർ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ വേദയെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പോലീസുകാരോട് അന്വേഷിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, മാഡം ഇവിടെ നിന്നും ട്രാൻസ്ഫറായി പോയിരിക്കുന്നു, എയർപോർട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആകെ അന്തം വിട്ടുകൊണ്ട് വിശ്വം ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, അല്ല ട്രാൻസ്ഫറായി പോയിന്നോ? ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ ശ്രീജെ, വാ പെട്ടെന്ന് നമുക്ക് എയർപോർട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ എയർപോർട്ടിലേക്ക് പോവാണ്. ഇതേ സമയം വിക്രം പെട്ടെന്ന് തന്നെ വേദയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുന്നു. വേദയെ പെട്ടെന്ന് തന്നെ ICUയിലേക്ക് കയറ്റുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം വേദയ്ക്ക് അല്പം സീരിയസ് ആണെന്ന് പറയുന്നുണ്ട്. കേട്ട് വിക്രം ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ശങ്കരനാരായണനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. വിജി നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറയുന്നുണ്ട്. എല്ലാവരും വേദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശങ്കരനാരായണൻ സുഡർ മോളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. സുഡർ ശങ്കരനാരായണൻ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നത് ഞങ്ങളുടെ സിംബയാണ്. പക്ഷേ എൻ്റെ സിംബ ഒരു ഡോക്ടർ അല്ലല്ലോ. ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ രക്ഷിച്ചേനെ എന്ന് പറയുന്നുണ്ട് മോള്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം സങ്കടപ്പെടുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് നമ്മുടെ കമലാമ്മയും ശ്രീജയും വിശ്വവും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കമലാമ്മ ആകെ സങ്കടത്തിലാണ് വരുന്നത്. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അത് എൻ്റെ വേദയെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അവൾക്കൊരു ആപത്ത് വന്നപ്പോൾ ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ മോൾക്ക് ഒരാപത്തും സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് നിൽക്കുന്നുണ്ട് കമലാമ്മ. ഇതേ സമയം ഡോക്ടർ വന്ന് വേദയുടെ ഗാർഡിയൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ വിക്രം ശങ്കരനാരായണനെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ശങ്കരനാരായണനോട് ഡോക്ടർ പറയുന്നുണ്ട്, വേദയ്ക്ക് ഒരു അർജൻറ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേപ്പർ എടുത്ത് കൊടുക്കുകയാണ്. എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. ശങ്കരനാരായണൻ കരഞ്ഞുകൊണ്ട് ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സർ, എൻ്റെ മകൾ രക്ഷപ്പെടില്ലേ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോൾ, രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ അവരുടെ വയറ്റിലേറ്റിട്ടുള്ള മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് പേഷ്യൻ്റ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ഓപ്പറേഷന് മുൻപായി വേദ നഴ്സിനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവിനോടും കുഞ്ഞിനോടും സംസാരിക്കണം, അവരെ ഒന്ന് കാണണം എന്ന് പറയുന്നു. അങ്ങനെ വിക്രമിനെയും സുഡറിനെയും വേദയുടെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ വേദ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ കവിളിൽ തൊടുന്നുണ്ട്. വിക്രമാണെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് വേദയുടെ മുൻപിൽ നിൽക്കുന്നത്. വേദ മോളോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് നിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? നീ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഇത്? ഈ നിൽക്കുന്ന നിൻ്റെ സിംബയാണ് നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ ഇത് കേട്ടതും നമ്മുടെ സുഡർ ആകെ അമ്പരന്ന് ഞെട്ടിക്കൊണ്ട് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. വിക്രം ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് മോളുടെ മുഖത്തേക്ക് അതെ എന്നുള്ള അർത്ഥത്തിൽ സുഡറിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു.
സുഡർ വേദയോട് ചോദിക്കുന്നുണ്ട്, വേദ നീ പറയുന്നത് സത്യമാണോ? എൻ്റെ അച്ഛൻ ഈ നിൽക്കുന്ന സിംബായാണോ? എന്നെ തൊട്ട് സത്യം ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ മോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തു കൊടുക്കുകയാണ് വേദ. അതെ, ഈ നിൽക്കുന്ന സിംബ തന്നെയാണ് നിൻ്റെ അച്ഛൻ. ഇത് ഞാൻ നിന്നിൽ നിന്നും മറച്ചു വെച്ചതാണ്. എന്നോട് നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ കൈ എടുത്തുകൊണ്ട് വിക്രമിൻ്റെ കൈകളിൽ വെച്ച് കൊടുക്കുകയാണ്. മോളെ നന്നായി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഈ ഓപ്പറേഷന് തയ്യാറായിട്ട് തന്നെയാണ് കിടക്കുകയാണ്. വേദ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഈ ഓപ്പറേഷന് വിജയശതമാനം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് 50-50 എന്ന് പറയുന്നത് കേട്ടതുകൊണ്ട് തന്നെയാണ് വേദ ഈ സത്യങ്ങളെല്ലാം മോളോട് തുറന്നു പറയുന്നത്. അങ്ങനെ മോള് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഓടി പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് മുത്തശ്ശ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓടി വരുന്നത്. എല്ലാവരും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്താ മോളിങ്ങനെ കരഞ്ഞു വരുന്നതെന്ന് കണ്ടിട്ട്. അങ്ങനെ മോള് പെട്ടെന്ന് ശങ്കരനാരായണൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ എൻ്റെ അച്ഛൻ ഈ നിൽക്കുന്ന സിംബായാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. മോളി സത്യം എങ്ങനെ അറിഞ്ഞു എന്നാണ് ശങ്കരനാരായണൻ ചിന്തിക്കുന്നത്. എന്നാൽ കമലാമ്മ ഞെട്ടുന്നത്, ഇത് എൻ്റെ പേരക്കുട്ടിയായിരുന്നോ, ആരും തന്നെ പറഞ്ഞില്ലല്ലോ എന്നോട് എന്നുള്ള ഒരു പരിഭവത്തോടു കൂടി. അങ്ങനെ എല്ലാവരും വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ശങ്കരനാരായണൻ മോളോട് പറയുന്നുണ്ട്, അതെ ഈ നിൽക്കുന്ന സിംബാതയാണ് നിൻ്റെ അച്ഛൻ. ഉടനെ മോള് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ എത്ര തവണ ഞാൻ ചോദിച്ചതാ നിങ്ങളോട്, പക്ഷേ അല്ല എന്നല്ലേ എന്നോട് പറഞ്ഞത്, അതെന്തുകൊണ്ടാണ്? ഉടനെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അത് നിൻ്റെ അമ്മ കാരണം തന്നെയാണ്. നിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും ഈ സത്യം തുറന്നു പറയരുതെന്ന്. അങ്ങനെ കമലാമ്മ ഓടി മോളുടെ അടുത്തെത്തുകയാണ്. മോളെ കെട്ടിപ്പിടിച്ച് തുരുതുരാ 2 കവിളിലും ഉമ്മ കൊടുക്കുകയാണ്. എത്ര ഉമ്മ കൊടുത്തിട്ടും നമ്മുടെ കമലാമ്മയ്ക്ക് മതി വരുന്നില്ല. ലാസ്റ്റ് കമലാമ്മ മോളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എൻ്റെ വേദയുടെയും വിക്രമിൻ്റെയും മോളാണോ? അതെ എന്ന് നമ്മുടെ സുഡർ പറയുന്നുണ്ട്. അങ്ങനെ സുഡർ ഓടിച്ചെന്ന് വിക്രമിൻ്റെ അടുത്തെത്തുകയാണ്. വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ എന്നോട് എൻ്റെ അച്ഛനാണെന്ന് ഇത്ര നാളും പറയാതിരുന്നത്? എന്തിനാ എൻ്റെ നിന്നും ഇത് മറച്ചു വെച്ചത്? ഞാൻ എത്രയോ തവണ നിങ്ങളോടൊക്കെ ചോദിച്ചതല്ലേ, എൻ്റെ അച്ഛനാണ് ആരാണെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് കണ്ടുപിടിച്ചു തരണം എന്ന് പറഞ്ഞതല്ലേ. ഒരു ദിവസം നമ്മൾ 2 പേരും ഒരു അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതല്ലേ എൻ്റെ അച്ഛന് വേണ്ടി, അപ്പോഴെങ്കിലും എന്നോട് പറയാമായിരുന്നില്ലേ എന്ന് സുഡർ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് വളരെ കൂടി വിക്രം പറയുന്നുണ്ട്, നിൻ്റെ അമ്മയെ പേടിച്ചിട്ടാണ് ഞാനിത് പറയാതിരുന്നത്. നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ഈ സത്യം അറിയരുതെന്ന്. അതുകൊണ്ടാണ് ഞാനിത് പറയാതിരുന്നതെന്ന് മോളോട് പറയുന്നു. ഉടനെ തന്നെ മോള് പറയുന്നുണ്ട്, എൻ്റെ അമ്മ വേദയാണോ എന്ന് സിംബ എന്നോട് പലവട്ടം ചോദിച്ചിട്ടില്ലേ, പക്ഷേ അപ്പോഴെല്ലാം ഞാൻ പറയാതിരുന്നത് വേദ കാരണം തന്നെയാണ്. വേദ എന്നോട് സത്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കലും എൻ്റെ അമ്മ വേദയാണെന്ന് ആരോടും പറയാൻ പാടില്ല എന്ന്. സോറി സിംബ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. വിക്രം മോളുടെ കവിളിൽ ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഡർ പെട്ടെന്ന് വിക്രമിനെ അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. എത്രയോ നാളായി സുഡർ അച്ഛ എന്ന് വിളിക്കുന്നതിനായി കാത്തിരിക്കുന്ന വിക്രം പെട്ടെന്ന് മോളുടെ വിളി കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോകുന്നു. വിക്രമിൻ്റെയും മോളുടെയും ആ സ്നേഹം കണ്ട് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വേദയുടെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞതും വേദയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരോടുമായി പറയുന്നുണ്ട്, വേദയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, സക്സസ് ആയി തന്നെ. ഇനി എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, 24 ഹവേഴ്സിനുള്ളിൽ പേഷ്യൻ്റ് കണ്ണ് തുറന്നിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. ഇത് കേട്ടതും കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ അങ്ങനെ പറയുന്നത്? അതിനുശേഷം കണ്ണ് തുറന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ഡോക്ടർ പറയുന്നുണ്ട്, 24 മണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് പറയുന്നു. ഇത് കേട്ടതും എല്ലാവർക്കും വളരെ സങ്കടം തോന്നുന്നുണ്ട്. അതിനുശേഷം വിക്രമും മോളും ദൈവത്തിന് മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സുഡർ ദൈവത്തോട് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ഇത്രയും നാൾ എൻ്റെ അച്ഛനെ എൻ്റെ കൺമുന്നിൽ എത്തിച്ചു തരണേ, എനിക്കെൻ്റെ അച്ഛനെ വേണം എന്ന് നിന്നോട് പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ എൻ്റെ അച്ഛനെ കിട്ടി. ആ സമയം നീ എൻ്റെ അമ്മയെ എടുക്കുകയാണോ?
തിരിച്ചു വിളിക്കുകയാണോ? അങ്ങനെ ചെയ്യരുത്. എൻ്റെ അമ്മ പാവമല്ലേ. എനിക്ക് എൻ്റെ അമ്മയെയും അച്ഛനെയും ഒരുമിച്ച് വേണം. എനിക്ക് അവരോടൊപ്പം ഒരുമിച്ച് ജീവിക്കണം. എനിക്ക് കൊതി തീരുന്നവോളം ജീവിക്കണം. എൻ്റെ അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കണ്ടതും നമ്മുടെ വിക്രമിന് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. വിക്രം മോളുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുഡർ, നീ നിൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അച്ഛനായി എന്നെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതുപോലെ തന്നെ നിൻ്റെ വേദയെയും നിനക്ക് തിരിച്ചു കിട്ടും. സത്യമാണോ സിംബ നീ പറയുന്നത് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിക്രം പറയുന്നുണ്ട്, സത്യമാണ് മോളെ, നടന്നിരിക്കുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കുകയാണ് സുഡറിന്. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും വേദ കണ്ണ് തുറക്കുകയാണ്. ഇത് കണ്ടതും സിസ്റ്റർ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ച് വരുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പുറത്തേക്ക് വരുവാണ്. ഡോക്ടറെ കണ്ടതും എല്ലാവരും ഡോക്ടറെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, പേഷ്യൻ്റ് കണ്ണ് തുറന്നിരിക്കുന്നു, പേടിക്കാനൊന്നുമില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടതും കമലാമ്മ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കെങ്കിലും കയറി കാണാവോ? ഉടനെ ഡോക്ടർ പറയുന്നുണ്ട്, കാണാം, ആർക്കെങ്കിലും ഒരാൾക്ക്, എല്ലാവരും ഒരുമിച്ച് ചെന്ന് പേഷ്യൻറ്റിനെ ബുദ്ധിമുട്ടിക്കരുത്. ഇത് കേട്ടതും നമ്മുടെ വിക്രമിനോടായി എല്ലാവരും പറയുന്നുണ്ട്, വിക്രം, നീയും മോളും കൂടെ വേദയെ കണ്ടിട്ട് വാ, ഞങ്ങൾ പിന്നീട് കണ്ടോളാം എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടതും ശ്രീജ പെട്ടെന്ന് പറയുന്നുണ്ട്, വേണ്ട, ആരും കാണണ്ട, ആദ്യം കാണേണ്ടത് ഞാനാണ്. ഇത് കേട്ടതും എല്ലാവരും ശ്രീജയുടെ മുഖത്തേക്ക് നോക്കുവാണ്. ശ്രീജയുടെ സ്വരം മാറിയിരിക്കുന്നു, മുഖഭാവവും മാറിയിട്ടുണ്ട്. ഇത് കണ്ട് നമ്മുടെ കമലാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീജയെ ഈ സമയത്ത് നിനക്ക് അവളോട് പറയാനുള്ളത്? നീ എന്തിനാണ് അവളെ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ശ്രീജ പറയുന്നുണ്ട്, അമ്മേ, എന്നോടൊന്നും ചോദിക്കരുത്, എനിക്ക് ഇപ്പോൾ അമ്മയോടൊന്നും പറയാനില്ല, പിന്നീട് പറയാമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഈ പറയുന്നത്? ചേച്ചി എന്തിനാണിപ്പോൾ വേദയെ കാണുന്നത്? വിക്രം, ഞാൻ എന്തിനാ കാണുന്നതെന്ന് നിനക്കറിയില്ലേ? നീ തന്നെയാണോ എന്നോട് ഈ ചോദിക്കുന്നത്? പിന്നെ എന്നെ വേദയെ കാണാൻ വിടുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കപിലൻ സാറിനെ ഞാൻ ഇപ്പോൾ വിളിക്കും, എല്ലാ സത്യങ്ങളും ഞാൻ കപിലനോട് പറയുമെന്ന് പറയുന്നുണ്ട്. ഉടനെ എല്ലാവർക്കും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്നാൽ വിക്രമിനെല്ലാം മനസ്സിലാവുന്നുണ്ട്. സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയാണ് ശ്രീജ അകത്തേക്ക് പോകുന്നതെന്ന് വിക്രമിന് മനസ്സിലായി. വേണ്ട ശ്രീജേച്ചി, ഒന്നും പറയരുത്, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്നുണ്ട് ശ്രീജയെ. എന്നാൽ ശ്രീജ പെട്ടെന്ന് അകത്തേക്ക് കയറാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതിന് തന്നെ നമ്മുടെ സുഡർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വല്യമ്മ, എൻ്റെ വല്യമ്മ കണ്ടോട്ടെ എൻ്റെ വേദയെ, അതിനുശേഷം എനിക്കും അച്ഛനും കാണാം എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീജ പെട്ടെന്ന് തന്നെ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സിസ്റ്ററോടായി പറയുന്നുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് വേദയോട് അല്പം സംസാരിക്കാനുണ്ട്, സിസ്റ്ററിനൊന്ന് പുറത്തേക്ക് നിൽക്കാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അതിനുശേഷം വേദയോട് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, വേദേ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ശ്രീജ ഇങ്ങനെ കരയുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെ കരയുന്നത്? എന്തു പറ്റി? അല്ല, എൻ്റെ മോളെവിടെയെന്ന് ചോദിക്കുകയാണ്. മോളയ്ക്ക് പുറത്തുണ്ട്. അതിനു മുൻപ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വേദേ, നമ്മുടെ വിക്രം പാവമാണ്, തെറ്റ് ചെയ്തത് ഞാനാണ്. അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്നും ഒരു തെറ്റ് പറ്റി. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമായാണ് അവൻ ജയിലിലേക്ക് പോയത്. ഞാനായിരുന്നു ജയിലിലേക്ക് പോണ്ടിയിരുന്നത്. പക്ഷേ അവനതിന് സമ്മതിച്ചില്ല. ഞാൻ അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അവൻ ആ കേസ് ഏറ്റെടുത്തുകൊണ്ടാണ് ജയിലിലേക്ക് പോയത്. അല്ലാതെ നമ്മുടെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നങ്ങ് പറഞ്ഞതും വേദ പൊട്ടിക്കരയുകയാണ്. തെറ്റ് പറ്റിപ്പോയല്ലോ എനിക്ക്, ഞാൻ എൻ്റെ വിക്രമിനോട് തെറ്റ് ചെയ്തല്ലോ. ഇത് പറഞ്ഞുകൊണ്ടാണ് വേദ കരയുന്നത്. എന്നാൽ ശ്രീജ പറയുന്നുണ്ട്, തെറ്റ് പറ്റിപ്പോയത് എനിക്കാണ് വേദേ. ഞാൻ ഒരിക്കലും വിക്രമിനെ അങ്ങനെ ജയിലിലേക്ക് വിടാൻ പാടില്ലായിരുന്നു. പക്ഷേ വിക്രം എന്നോട് സത്യം ചെയ്യിച്ചിരുന്നു. അവൻ്റെ കുടുംബത്തോട് ഒരുപാട് കൂറുള്ളവനായിപ്പോയി. അതുകൊണ്ടാണ് എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവൻ്റെ ചേട്ടനെയും ആലോചിച്ചുകൊണ്ട് മാത്രമാണ് അവൻ ആ കേസ് ഏറ്റെടുത്തത്. ഞാൻ അവനോട് പറഞ്ഞതാണ് ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണെന്ന്. പക്ഷേ അവൻ സമ്മതിച്ചില്ല വേദേ. ഇപ്പോൾ ഞാനാണ് പാപി എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈ കൊടുത്തുകൊണ്ട് ശ്രീജ കരയുന്നുണ്ട്. എന്നാൽ വേദയും കരയുക തന്നെയാണ്. എൻ്റെ വിക്രമിനെ ഞാൻ സംശയിച്ചില്ലേ? എനിക്കറിയാമായിരുന്നു ആർക്കോ വേണ്ടിയാണ് വിക്രം കേസ് ഏറ്റെടുത്തതെന്ന്. പക്ഷേ അത് ചേച്ചിക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല.
ഇത് കേട്ടതും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട്, വേദേ, ഞാൻ എന്ത് കേസ് ഏത് കുറ്റവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോളൂ എന്ന് പറയുന്നു. പെട്ടെന്ന് വേദയ്ക്ക് അങ്ങ് ടെൻഷനായതുകൊണ്ട് തന്നെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഉടനെ തന്നെ ശ്രീജ പെട്ടെന്ന് ഡോക്ടറെയും സിസ്റ്ററെയൊക്കെ വിളിച്ചു വരുന്നു. ഡോക്ടർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അവരോട് പറയുന്നുണ്ട്, പെട്ടെന്ന് പ്രഷറും എല്ലാ ലെവലും കൂടിയിട്ടുണ്ട്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണ് വേദ ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ പേഷ്യൻറ്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ചെന്ന് വേദയോട് സംസാരിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണം സംസാരിക്കാൻ. പേഷ്യൻറ്റിനോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയോ, അപ്പോൾ പേഷ്യൻ്റ് കേൾക്കും. അത് നിങ്ങൾ വിചാരിക്കും പേഷ്യൻ്റ് പ്രതികരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കേൾക്കില്ല എന്ന്. പക്ഷേ പേഷ്യൻ്റ് കേൾക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നല്ലത് മാത്രം സംസാരിക്കുക. എന്നാൽ പേഷ്യൻറ്റിന് ചിലപ്പോൾ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ വിക്രം അകത്തേക്ക് കയറുന്നു. കരഞ്ഞുകൊണ്ട് വേദിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് വേദിയോട് പറയുന്നുണ്ട്, വേദേ, ചേച്ചി നിന്നോട് സംസാരിച്ചു എന്നെനിക്കറിയാം, സത്യങ്ങളെല്ലാം നീ അറിഞ്ഞു എന്നെനിക്കറിയാം. എന്നാൽ സോറി വേദേ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ നിന്നോട് എന്തിനു വേണ്ടിയാണ് ഞാൻ ജയിലിലേക്ക് പോകുന്നത് എന്നതിനുള്ള കാരണം ഞാൻ നിന്നോട് പറയണമായിരുന്നു. പക്ഷേ അതും പറഞ്ഞില്ല. എൻ്റെ തെറ്റ് തന്നെയാണ്. നീ എന്നോട് പൊറുക്കണം. നമ്മുടെ ചേച്ചിയും ചേട്ടനും അവരുടെ മോളും ഒക്കെ നമ്മുടെ കുടുംബവുമൊക്കെ പാവമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അതിന് നീയും എൻ്റെ മോളും നിൻ്റെ കുടുംബവും എല്ലാം ഒരുപാട് അനുഭവിച്ചു. അതെനിക്കറിയാം. നീ എന്നോട് ക്ഷമിക്കണം. പിന്നെ എൻ്റെ ലോകമെന്ന് പറയുന്നത് നീയാണ്, എൻ്റെ ദൈവം നീയാണ്, എൻ്റെ എല്ലാം നീയാണ്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല വേദേ. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് വിധിച്ചോ, ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിനക്ക് നിൻ്റെ മോളെ, അതായത് നമ്മുടെ മോളെ തനിയെ വേണോ, എന്നിൽ നിന്നും പറിച്ചു കൊണ്ടുപോകണോ നിനക്ക്? അങ്ങനെ വേണമെങ്കിലും നീ എവിടെ വേണമെങ്കിലും പോക്കോ, ഞാൻ സമ്മതിച്ചോളാം. എനിക്ക് എൻ്റെ മോളെ ഞാൻ നിനക്കായി വിട്ടുതരാം വേദേ, അതിന് പോലും ഞാൻ തയ്യാറാണ്. അതോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കണോ, അതിനും ഞാൻ തയ്യാറാണ് വേദേ. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്തോളാം. പക്ഷേ നീ ഒന്ന് കണ്ണ് തുറക്കു വേദേ, പ്ലീസ് വേദേ. എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ കഴിയുന്നില്ല. പ്ലീസ് വേദേ, എനിക്ക് വേണ്ടി ഒന്ന് കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഉള്ളൻ കൈയിലേക്ക് വേദയുടെ കൈകൾ വെച്ചുകൊണ്ട് അതിൽ തല വെച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ ബെഡിലിങ്ങനെ തല താഴ്ത്തി കിടന്നുകൊണ്ട് കരയുവാണ്. എന്നാൽ പെട്ടെന്ന് വേദ കണ്ണ് തുറക്കുന്നുണ്ട്. തൻ്റെ ഇടത് കൈ കൊണ്ട് വിക്രമിൻ്റെ മുടിയിലൂടെ തഴുകുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രം, അത്ര പെട്ടെന്ന് എനിക്ക് നിന്നെ അങ്ങ് വിട്ടു പോവാൻ പറ്റുമോ? ഇല്ല വിക്രം, അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്നെ വിട്ടു പോവത്തില്ല. ഇനിയും ഒരുപാട് നാൾ നിന്നെ ഇങ്ങനെ വെറുപ്പിച്ചിട്ട് മാത്രമേ ഞാൻ പോവൂ എന്ന് പറയുന്നു. വേദയുടെ ഈ സ്വരം കേട്ടതും വിക്രം പെട്ടെന്ന് തലപൊക്കി നോക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് വീണ്ടും കരയുന്നുണ്ട്. വേദയുടെ 2 കൈകളിലും മാറി മാറി മുത്തം കൊടുക്കുകയാണ് വിക്രം. എന്നാൽ വേദ വിക്രമിൻ്റെ തലയിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിക്രം സന്തോഷം കൊണ്ട് വേദയോട് പറയുന്നുണ്ട്, എന്നാൽ നീ കണ്ണു തുറന്നല്ലോ വേദേ, എനിക്ക് സന്തോഷമായി. അങ്ങനെ വേദ കണ്ണു തുറന്നു എന്നറിഞ്ഞതും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നുണ്ട്. വിക്രം പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. വിജിയും പുറത്തിരിക്കുന്നു. വിക്രം എന്തോ ആവശ്യത്തിനായി അവിടെ നിന്നും മാറിയ തക്കം നോക്കി കൺമണി ഒരു ഡോക്ടറുടെ വേഷം ധരിച്ച് ICUയിലേക്ക് കയറുന്നു. എന്നാൽ ഇതാരും ശ്രദ്ധിച്ചില്ല. വിക്രം അതിനുശേഷം അവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട്. വിക്രം 4 ചുറ്റുപാടും നോക്കുന്നുണ്ട്. എന്നാൽ കൺമണി അകത്ത് കയറിയതിന് ശേഷം കയ്യിൽ നിന്നും ഒരു കത്തിയെടുത്ത് വേദയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഓഹോ, എന്ത് ചെയ്താലും നീ മരിക്കുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് തന്നെ ഞാൻ നിന്നെ അങ്ങ് തീർത്തേക്കാം. എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിലും നിനക്ക് അവനെ കിട്ടരുത്. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് കിടക്കുന്ന വേദിയെ കുത്താനായി കത്തി ഓങ്ങുന്നു. എന്നാൽ പിറകിൽ നിന്നും ആരോ പെട്ടെന്ന് കൺമണിയെ കുത്തുന്നു. പെട്ടെന്ന് താഴെ കിടന്ന് പിടയുന്നുണ്ട് കൺമണി. എന്നാൽ നമ്മുടെ പരമുവാണ് കൺമണിയെ കുത്തി വീഴ്ത്തുന്നത്.
കൺമണിയുടെ ശ്വാസം നിലച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം കൺമണിയുടെ കാല് പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തിരിക്കുന്ന വിക്രമിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുവാണ്. എന്നാൽ വിക്രം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എടാ എന്താടാ നീ ചെയ്തത്, എന്താ നീ ചെയ്തതെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ പരമു പറയുന്നുണ്ട്, ഞാൻ ദുഷ്ടനായിരിക്കാം, പക്ഷെ എൻ്റെ രാധയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവളെ ഇവൾ കൊന്നു. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇവൾ ഒരു വിഷമാണ്. നിന്റെ ജീവിതവും ഇവൾ നശിപ്പിക്കും. എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ചേട്ടനെ നീ കൊന്നത് അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. അത് നീയല്ല ചെയ്തതെന്നും എനിക്കറിയാം. ഞാൻ ഇവളങ്ങെ തീർത്തു. ഇനി അവൾ രക്ഷപ്പെടില്ല. അവളുടെ ഹൃദയം നോക്കി തന്നെയാണ് ഞാൻ കുത്തിയിരിക്കുന്നത്. ഇത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. ഡോക്ടർ വന്ന് കൺമണിയെ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. കൺമണിക്ക് ശ്വാസമുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് മരിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പരമുവിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ICUയിൽ നിന്നും വേദയെ ഒരു റൂമിലേക്ക് മാറ്റുന്നു. എല്ലാവരും റൂമിൽ വട്ടനളഞ്ഞിരിക്കുകയാണ്. ചിരിച്ച് കളിച്ച് സന്തോഷങ്ങളൊക്കെ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, വിക്രം പഠിച്ച് നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം. ഇത് കേട്ടതും എല്ലാവരും അമ്പരപ്പോടു കൂടി ശങ്കരനാരായണൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിശ്വം, അല്ല സർ, അതിനി വിക്രമിന് പറ്റുമോ? 6 വർഷത്തോളം വിക്രം ജയിലിൽ കിടന്നതല്ലേ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് മാർക്ക് എന്തായാലും ഉണ്ടാവില്ലേ. ഇനി അതിന് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അതിന് ഈ കുറ്റം ചെയ്തിരിക്കുന്നത് വിക്രമല്ലല്ലോ, അത് നമ്മൾ തെളിയിക്കും. എന്തായാലും കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശ്രീജയാണ് ആ കുറ്റം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ ശ്രീജയ്ക്ക് കുറ്റം ശ്രീജ സ്വയം രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്തതാണെന്ന് ഉള്ളതിനുള്ള തെളിവുള്ളത് കൊണ്ട് തന്നെ ആ കേസ് അങ്ങനെ ഉണ്ടാവത്തൂല്ല. നമ്മുടെ ശ്രീജ നിരപരാധിയാണെന്ന് കോടതിക്ക് വെളിപ്പെടുകയും അവളെ വെറുതെ വിടുകയും ചെയ്യും. എന്നാൽ വിക്രം ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രമിനെ പഠിച്ച് ഒരു ജോലി നേടാവുന്നതാണ്. ഇത് കേട്ടതും വിശ്വത്തിനും കമലാമ്മയ്ക്കും നമ്മുടെ വേദയ്ക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ ഡിസ്ചാർജ് ആയതിനു ശേഷം എല്ലാവരും തന്നെ വിക്രമിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ വിജയും പിന്നീട് താമസിക്കുന്നത് വിക്രമിൻ്റെ വീട്ടിലാണ്. അങ്ങനെ വിക്രം പഠിച്ച് ഒരു പോലീസ് ഓഫീസർ ആവുന്നു. അതിലേറ്റവും സന്തോഷിക്കുന്നത് നമ്മുടെ വേദ തന്നെയാണ്. ഒരു ദിവസം നന്ദിനി കമലാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ കാലിലെല്ലാം നന്നായി നീരുണ്ട്, എനിക്ക് വളരെ ക്ഷീണവുമുണ്ട്. തന്നെ എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചുകൊണ്ട് കമലാമ്മ അവിടെ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് ശ്രീജ അങ്ങോട്ടേക്ക് വന്ന് നന്ദിനിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നന്ദിനി, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു നോക്കിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദിനി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കിറ്റെടുത്ത് നമ്മുടെ ശ്രീജയെ കാണിക്കുന്നുണ്ട്. അതേ ചേച്ചി, ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്, ദേ 2 ലൈൻ വീണിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും അത് വാങ്ങിച്ചു നോക്കിക്കൊണ്ട് ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഡോക്ടറെ കാണിക്കണം മമ്മി, നമ്മുടെ നന്ദിനിക്ക് വിശേഷമുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും കമലാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഓടിച്ചെന്ന് നമ്മുടെ നന്ദിനിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ് കമലാമ്മ. എന്നാൽ ഇത് കേട്ടതും നമ്മുടെ വിനയൻ ഓടി നമ്മുടെ നന്ദിനിയുടെ അടുത്തേക്ക് വരികയാണ്. നന്ദിനിയെ പിടിച്ച് വട്ടം കറക്കുന്നു. എന്നാൽ വിടടാ വിട്, എങ്ങനെ കറക്കാൻ പാടില്ല അവളെ, നീ അവളെ വിടെന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ വിനയനെ പിടിച്ച് നിർത്തുന്നുണ്ട്. അമ്മേ, എൻ്റെ സന്തോഷം കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. സന്തോഷം കൊണ്ട് ഇങ്ങനെയാണോടാ വയറ്റിലുള്ള പെണ്ണിനെ പിടിച്ച് കറക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കമലാമ്മ. എന്നാൽ ജോലിക്ക് പോയ വേദയും വിക്രമും പുറത്തു നിന്നും വരുവാണ്. എല്ലാവരുടെയും സന്തോഷം കണ്ട് വേദ ചോദിക്കുന്നുണ്ട്, അല്ല, എല്ലാവരുടെയും മുഖത്ത് വളരെ സന്തോഷം തോന്നുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ, ദേ നമ്മുടെ നന്ദിനിക്ക് വിശേഷമുണ്ട് വേദേ. ഇതറിഞ്ഞതും വേദിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. വിക്രം, വിനയ, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നു. താങ്ക് യു അനിയ എന്നിങ്ങനെ വിനയനും പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ നന്ദിനിക്കൊരു കുഞ്ഞുണ്ടായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ കമലാമ്മ അതിനെ താലോലിച്ചിരിക്കുന്നു. നമ്മുടെ വിക്രമും വേദിയും സന്തോഷത്തോടെ ഒരുമിച്ച് ജോലി ചെയ്ത് തിരിച്ചു വരുന്നതും അവരുടെ കുടുംബജീവിതമൊക്കെ നല്ല ഹാപ്പിയായി നമ്മുടെ സുഡർ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്.